കേൾക്കട്ടെ ആന്റിയുടെ മാസ്റ്റർ പ്ലാൻ. കൊള്ളാം, ഗുഡ്. ആന്റിയുടെ അവതരണം കൂടി ആവുമ്പോ ഇത് ഫലിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% വിശ്വാസം തന്നെയാണ്. ആന്റി, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ കരളും ശ്വാസകോശവും ഒക്കെ ഒന്ന് നിലയ്ക്കാൻ ഇനി എത്ര നാള് കാത്തിരിക്കണം? ഏതായാലും പോസ്റ്റ്മോർട്ടം നടത്തിയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിഷക്കൂട്ട ആന്റിക്ക് നൽകിയിരിക്കുന്നത്. കരിനാഗങ്ങളെ തോൽപ്പിക്കുന്ന ഉഗ്രവിഷം സിരകളിലൂടെ പടർന്ന് ശരീരമാകെ വിഷം കയറി ഹൃദയവും തലച്ചോറും സപ്തനാഡികളും തകർന്ന് വൃക്കകൾ രണ്ടും പ്രവർത്തനം നിലച്ച് ഒരു പഞ്ഞിക്കെട്ടുപോലെ വീർത്ത് അകമേന്ന് അഴുകിത്തുടങ്ങുന്ന അഖിലയുടെ ദുർഗന്ധം എനിക്കെന്റെ മൂക്കിലൂടെ വലിച്ചെടുത്തൊന്ന് ആസ്വദിക്കണം. എന്തൊക്കെയാ പ്രിയങ്ക ഇത്? പേടിക്കണ്ട ആന്റി, ആന്റി പോയി കാര്യങ്ങൾ ചെയ്യ. എന്താ നന്ദന, നീ ആകെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നല്ലോ. വാട്ട് വാട്ട് ഹാപ്പൻഡ്? ഒന്നുമില്ല അരവിന്ദ്. അല്ലല്ല, എന്റെ നന്ദനയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അല്പം മുമ്പ് ഞാൻ കണ്ട നന്ദനയല്ലല്ലോ ഇത്. ഇല്ല അരവിന്ദ്, മനസ്സിലെന്തോ മൗനം കൂടുകൂട്ടിയതുപോലെ. ഒരു പക്ഷേ അരവിന്ദ് ബാംഗ്ലൂർക്ക് പോകുന്നുണ്ടാവും. എന്നെ പിരിഞ്ഞിരിക്കാനുള്ള സങ്കടം കൊണ്ടാ? എടോ നന്ദനെ, എടി ഞാൻ 5 കൊല്ലത്തേക്ക് ഗൾഫിൽ പോകുന്നല്ല, ബിസിനസ് മീറ്റിംഗിന് ബാംഗ്ലൂരിലേക്ക് പോവാ. നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് തിരികെ പറഞ്ഞെത്തില്ലേ? വേറെ ഒരു ദിവസത്തെ ഗ്യാപ്പ്, ഒരു രാവും ഒരു പകലും. ഒരു രാവും പകലൊന്നല്ല അരവിന്ദ്. എനിക്ക് ഒരു നിമിഷം പോലും അരവിന്ദ് അരികിലില്ലെന്ന് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. എന്താടോ ഇത്? ഇപ്പോ എന്നിൽ നിന്നുള്ള എല്ലാ വഴികളും നിന്നിൽ വന്ന് അവസാനിക്കുകയാണ് അരവിന്ദ്. ഞാനൊരു സത്യം പറയട്ടെ, എനിക്കിപ്പോ എന്നോട് തന്നെ ഒരു വെറുപ്പ് തോന്നുക. എന്തിനാന്നറിയണ്ടേ? ഇങ്ങനെയുള്ള നിന്നെയാണല്ലോ എന്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചറിയാൻ ശ്രമിച്ചെന്ന് ഓർക്കുമ്പോ എന്നാലേ ഫ്ലൈറ്റ് തെറ്റിക്കണ്ട, പോയിട്ട് വാ. പിന്നെ ദേ
നീ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവണേ. ഞാൻ പ്രതീക്ഷിത അരവിന്ദ് ഇങ്ങനെ പറയുന്നു. അരവിന്ദ് ഇങ്ങനെ പറയുമ്പോഴാ ഒരു മരുമകൾ എന്ന ഉത്തരവാദിത്തം കാണിക്കാൻ എനിക്കൊരല്പം കൂടി ഇഷ്ടം കൂടുന്നത്. പോയിട്ട് വാ. അമ്മയോട് അനുവാദം ചോദിക്കുന്നില്ലേ? എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതും ഞാൻ പ്രതീക്ഷിത. എന്നാലല്ലേ അരവിന്ദ് കൃഷ്ണൻ തൃച്ചംബരത്തെ അരവിന്ദ് കൃഷ്ണൻ ആവും. എല്ലാം നല്ലതിനാവൂന്ന് പ്രതീക്ഷിക്കാം. ശരി, അപ്പോ ബാക്കിയുള്ള പ്രതീക്ഷകളൊക്കെ ഒരു ടിന്നിൽ അടച്ചു വെച്ചേക്ക്. ഞാൻ വന്നിട്ട് തുറക്കാം. നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായി, എന്നാലൊന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളല്ല ഇപ്പൊ എനിക്കുള്ളത്. എല്ലാം നീ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അറിഞ്ഞു അഖില, നീയും ആനന്ദും തമ്മിൽ ഇങ്ങനെ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്ത് ചെയ്യാൻ രാജലക്ഷ്മി, അങ്ങനെയൊക്കെ സംഭവിച്ചു. അഖിലയ്ക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണത്. നമുക്ക് തൽക്കാലം ഇത് വിടാം. ആ, അതിരിക്കട്ടെ, നിനക്ക് എന്തോ സുഖമില്ലെന്ന് ശിവരാമൻ സാർ പറഞ്ഞല്ലോ. എന്താ പ്രശ്നം? അങ്ങനെ ചോദിച്ചാ എന്താന്ന് എനിക്കറിയില്ല രാജലക്ഷ്മി. വല്ലാത്ത ക്ഷീണം, ഇടയ്ക്കിടയ്ക്ക് ഒരു തലചുറ്റല്. ഒരു ചെക്കപ്പ് നടത്തിയാലോ എന്ന് ആലോചിക്കായിരുന്നു. ആ, ചെക്കപ്പ് നടത്താം. അതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിന്നോട് പറയട്ടെ. നിനക്ക് അറിവുള്ളത് തന്നെയാ. ആ രാജലക്ഷ്മി, ഇതാണ് എന്റെ മരുമകൾ നന്ദന. MBA ഗോൾഡ് മെഡലിസ്റ്റാ. മോളെ, ഇത് ഡോക്ടർ രാജലക്ഷ്മി, എന്റെ പഴയൊരു സുഹൃത്താണ്. ഹായ് ഡോക്ടർ. ഹായ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാ കാണുന്നേ. അഖില, മനസ്സിന് ടെൻഷൻ വന്നാൽ പിന്നെ ചിട്ടകളൊക്കെ മാറും. ആഹാരം കഴിക്കാതെയും ഉറങ്ങാതെയും ജീവിച്ചാൽ പിന്നെ തലചുറ്റൽ മാത്രമല്ല, 1000 പ്രശ്നങ്ങളുണ്ടാകും. കല്യാണി, എന്താ പെട്ടെന്ന് കാണുന്നു പറഞ്ഞത്? എന്തോ സീരിയസ് കാര്യമാണെന്ന് തോന്നല്ലോ. അത് അഖിലാന്റിക്ക് അത്ര നല്ല സുഖമില്ല. ഡോക്ടർ വന്ന് നോക്കി. ഡോക്ടർ തൃച്ചംബരത്തേക്ക് വന്നോ? വന്നു. ആന്റിയുടെ സുഹൃത്ത് ഒരു ഡോക്ടർ രാജലക്ഷ്മി. മാഡത്തിന് എന്താ പറ്റിയേ? സീരിയസ് ആയിട്ട് എന്തെങ്കിലും? പേടിക്കാനൊന്നുമില്ല കല്യാണി, തലകറക്കാം. അത് കൃത്യമായിട്ട് ആഹാരം കഴിക്കാത്തതുകൊണ്ടാണെന്ന് ഡോക്ടർ പറഞ്ഞത്. ആ ഡോക്ടർ വന്നിട്ടാണെങ്കിൽ ഒന്നും നോക്കിയില്ല, ഒരു നോർമൽ ചെക്കപ്പ് പോലും ചെയ്തില്ല. പിന്നെന്തിനാ ആ ഡോക്ടർ തന്നെ വിളിച്ചത്? അതെല്ലാം ആ വിലാസിനി ആന്റിയുടെ ഏർപ്പാടാ. ആരെങ്കിലും പറഞ്ഞ ആന്റി കേക്കോ? ആ ഡോക്ടറും ആന്റിയും കൂടി എന്തൊക്കെയോ സംസാരിച്ചു. എന്നിട്ട് ഡോക്ടർ അങ്ങ് പോവുകയും ചെയ്തു. മാഡത്തിന് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല കല്യാണി. അഖിലാന്റിക്ക് ആനന്ദിനെ കാണാത്തിന്റെ ചെറിയൊരു സങ്കടം. ആന്റിക്ക് ആനന്ദിനോടുള്ള സ്നേഹത്തെപ്പറ്റി കല്യാണിയോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പുറമെ ഗൗരവം കാണിച്ചിരിക്കുമെങ്കിലും ഉള്ളിൽ ആനന്ദിനെ കുറിച്ചുള്ള ആദി തന്നെയാ. ഈ വിലാസിനി ആന്റി ആണെങ്കില് അഖിലാന്റിയുടെ അടുത്തുനിന്ന് മാറുന്നേയില്ല. നമ്മൾ എന്ത് കാര്യം തിരക്കാൻ ചെന്നാലും അപ്പൊ വിലാസിനി ആന്റി ഓടി വരും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. ഒരു അയൺ ടോണിക്കാ കൊടുക്കുന്നത്. പറഞ്ഞാലൊട്ട് കേൾക്കുന്നുമില്ല. ആ ടോണിക്ക് കൊടുക്കാൻ ഞാൻ തന്നെ അനിയൻ കുഞ്ഞിനോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം എവിടെയോ തെന്നി വീണ് കാലൊന്നിടറി മുടന്തിയാ നടന്നത്. അങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കുമല്ലോ എന്ന് ഞാനും കരുതി. എവിടെ? ഒന്നുമില്ല, ഒരു രക്ഷയില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ എന്താ നേരത്തെ? ഇന്ന് കുറച്ച് തിരക്കുണ്ടച്ചാ. ആ കൊട്ടേഷൻ നോട്ടിഫിക്കേഷന്റെ ഡേറ്റ്. ഗുഡ്. അത് തന്നെ ഞാനും ഇപ്പൊ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ്, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട. പ്രോഫിറ്റ് കുറഞ്ഞോട്ടെ, ക്വാളിറ്റി മികച്ചതായിരിക്കണം.
അങ്കിൾ ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ ഒരു പരസ്യവാചകമാണല്ലോ. ശംഭോ മഹാദേവ. ഇതിന്റെയും കൂടി ഒരു കുറവേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈശ്വര, ഇനി വിഷം കൊടുത്തത് ഞാനാണെന്ന് ഞാൻ ഇങ്ങനെ ഗണിച്ചു പറയൂ. അയ്യോ. നമസ്കാരം ഗുരുജി. നമസ്കാരം. വരണം, ഇരിക്കണം. അഖിലാണ്ടേശ്വരി. ആന്റി പൂജാമുറിയില് പ്രാർത്ഥനയില്ല. അഖിലെ വിളിക്കും മോളെ. വേണ്ട, പ്രാർത്ഥനയ്ക്ക് ഭംഗം വരുത്തണ്ട. ഉം. ആന്റി വരുന്നുണ്ട്. ആ നമസ്കാരം ഗുരുജി. നമസ്കാരം. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ ഗുരുജി ഒന്ന് കാണണമെന്ന്. യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോ തൃച്ചംബരത്തൊന്ന് കയറണമെന്ന് എന്റെ മനസ്സും പറഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങളാകെ പ്രശ്നത്തിലാ ഗുരുജി. ഒന്നിനും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. ഒരു മനസ്സമാധാനവും ഇല്ല. നമുക്ക് പുറത്തേക്ക് നിൽക്കാം. വരൂ. പല ആചാരങ്ങളും ദൈവകൽപ്പനകളാണ്. അത് നിഷേധിക്കപ്പെട്ടാൽ അതിന്റെ ഭവിഷ്യത്തുകൾ ഉണ്ടാവും. കാവും കുളവും സർപ്പക്കാവും കാവിലെ പാട്ടുമുള്ള തറവാടുകളിൽ സർപ്പപൂജ മുടങ്ങിയാൽ തറവാട് അന്യം നിന്നു പോകുന്ന കാഴ്ചകൾ നാം കൺമുമ്പിൽ കാണുന്നതാണ്. അതുപോലെ തൃച്ചംബരവും പ്രതാപികളായ പ്രമാണിമാർ വാണരുളിയിരുന്ന തറവാടാണ്. പരദേവതാ പ്രീതിയും പരമ്പരാഗത കർമ്മങ്ങളും ഇവിടെ മുടങ്ങുന്നു. അത് പാടില്ല. ഗുരുജി പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, തൃച്ചംബരത്തിന്റെ പരമ്പരാഗത ആടയാഭരണങ്ങൾ അണിഞ്ഞ് വ്രതശുദ്ധിയോടെ തൃച്ചംബരത്തിന്റെ പുതിയ തലമുറയിലെ മൂത്ത മരുമകൾ കുലദൈവങ്ങൾക്ക് പൂജ ചെയ്യണം. മൂത്ത മരുമകളുടെ പൂജ ആരംഭിക്കുന്നതോടെ കുലദൈവങ്ങൾ തൃപ്തിപ്പെടും, കാരണവന്മാർ പ്രസാദിക്കും. നിക്ക് നിക്ക്. അല്ല, ഇതെന്താ ഈ വേഷത്തില്? ഇന്ന് കമ്പനി പോകുന്നില്ലേ? സമയായല്ലോ. കമ്പനിയിലൊക്കെ പോണം. അതിനു മുമ്പ് ഒരു സന്തോഷ വാർത്ത കല്യാണിയോട് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. നിന്നെ കാണാൻ ഞാൻ ഔട്ട് ഹൗസിലേക്ക് ഇറങ്ങുമായിരുന്നു. സന്തോഷ വാർത്തയോ? അതെന്താ? ഉണ്ട്, പറയാം. ചില കാര്യങ്ങള് കൊടുക്കുന്നവർക്കും കിട്ടുമെന്നല്ലേ ചൊല്ലാറ്. അതുപോലൊരു സന്തോഷ വാർത്തയാ ഞാനിപ്പൊ പറയാൻ പോകുന്നത്. എന്താ കാര്യം പറയ്. കല്യാണി,
ഞാൻ ഈ പറയുന്ന സന്തോഷ വാർത്ത കേൾക്കുന്ന നിനക്ക് മാത്രമല്ല, പറയുന്ന എനിക്കും സന്തോഷമുണ്ട്. അത് കൊള്ളാം. എന്നാലേ അതെന്ത് സന്തോഷ വാർത്തയാ? പറയാം. ആദ്യം നീ ഈ വാർത്ത കേട്ട് കഴിയുമ്പോ എനിക്ക് ചെലവ് ചെയ്യാന്ന് വാക്ക് തരണം. ശരി, സമ്മതിച്ചു. ഇനി പറ. കല്യാണി, ഞാൻ എപ്പോഴും പറയാറില്ലേ, നല്ല മനസ്സാ കല്യാണിയുടേതെന്ന്. അതാ നിന്റെ സങ്കടങ്ങളൊക്കെ മാറാൻ പോകുന്നത്. കല്യാണി, കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ അതുപോലെ കാലം കഥ മാറ്റി എഴുതുക. ഇന്ന് തൃച്ചംബരത്ത് ഗുരുജി വന്നിരുന്നു. തൃച്ചംബരത്തിന്റെ പരമ്പരാഗത ആടയാഭരണങ്ങൾ അണിഞ്ഞ് വ്രതശുദ്ധിയോടെ തൃച്ചംബരത്തിന്റെ പുതിയ തലമുറയിലെ മൂത്ത മരുമകൾ കുലദൈവങ്ങൾക്ക് പൂജ ചെയ്യണം. മൂത്ത മരുമകളുടെ പൂജ ആരംഭിക്കുന്നതോടെ കുലദൈവങ്ങൾ തൃപ്തിപ്പെടും, കാരണവന്മാർ പ്രസാദിക്കും. അതോടെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. എന്നിട്ട് മാഡം എന്ത് പറഞ്ഞു? അഖിലാന്റെ സമ്മതം പറഞ്ഞു. സത്യാണോ? സത്യം. എന്റെ ദേവി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ കല്യാണി, അഖിലാന്റിക്ക് ഒരുപാട് കാലമൊന്നും ആനന്ദിനെ മാറ്റി നിർത്താൻ കഴിയില്ലെന്ന്. ആനന്ദ് താലി കെട്ടിയ പെണ്ണിനെ അഖിലാന്റി അംഗീകരിച്ചേ പറ്റൂ. സന്തോഷായില്ലേ നിനക്ക്? കണ്ണു നിറഞ്ഞു. ഇങ്ങനൊരു കല്യാണി. സന്തോഷം വന്നാലും സങ്കടം വന്നാലും കണ്ണു നിറയോ? ഇനി ഈ കണ്ണു നിറയല്ല വേണ്ടത്. പകരം സന്തോഷം കൊണ്ട് ഈ കണ്ണുകളിൽ 100,000 പനിനീർ പൂക്കൾ വിടർന്ന് പരിലസിച്ചു നിൽക്കണം. അയ്യോ ഞാൻ ഈ മൂത്ത മരുമകളുടെ കണ്ണും നോക്കി നിന്ന് സാഹിത്യം പറഞ്ഞാലേ എന്റെ കമ്പനി പോക്ക് മുടങ്ങും. പോട്ടെ കല്യാണി. ആ കല്യാണി, നീയേ തൃച്ചംബരത്തേക്ക് മാറ്റാനുള്ള സാധനങ്ങളൊക്കെ അടുക്കി തുടങ്ങിക്കും. ഈ ഓൺലൈൻ ക്ലാസ്സിനെക്കാട്ടി നല്ലത് സ്കൂൾ തുറക്കുന്നതായിരുന്നു. ഈ വൃക്കയുടെ പടം വരച്ച് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്. ഈ നശിച്ച വൃക്കയുടെ പടം എത്ര വരച്ചിട്ട് ശരിയാവുന്നില്ലല്ലോ. ഇതൊരുമാതിരി ശ്രീലങ്ക പോലെ ഉണ്ട്. ഇതൊക്കെ മതി, ഇതൊന്ന് ഷെയ്ഡ് ചെയ്തേക്കാം. അയ്യോ ചേച്ചി, എന്റെ വൃക്ക ഇത് എത്ര നേരം കഷ്ടപ്പെട്ട് വരച്ചാണെന്ന് അറിയോ? ഇനി ഞാൻ ഈ ഫോട്ടോ എങ്ങനെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും? എന്താ ചേച്ചി കാണിച്ചത്? ചേച്ചിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? സന്തോഷം കൊണ്ടേ നിന്റെ ചേച്ചിക്ക് ഭ്രാന്ത് പിടിച്ചു. അഖില, തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണോ നിന്റെ നിൽപ്പ്? എന്താ സംശയം? ഇന്നും നല്ല കൃഷ്ണേട്ടാ, എന്നും കുടുംബ പാരമ്പര്യത്തിന് കോട്ടം വരുത്താത്ത നിലപാടിൽ ഉറച്ചു തന്നെയാണ് എന്റെ നിൽപ്പ്. നീ കല്യാണി പൂജ ചെയ്യേണ്ടതെന്നും അവൾ നിന്റെ മരുമകളല്ലെന്നും പറഞ്ഞല്ലോ. കല്യാണിയെ മാറ്റി നിർത്താം. പക്ഷേ ആനന്ദ് നിന്റെ മകനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മകനല്ലാതായി മാറുമോ?
ഒരു സംശയവും വേണ്ട. 10 മാസത്തോളം അവന് സംരക്ഷണ വലയമൊരുക്കിയ മനസ്സിന്റെ ഇഷ്ടങ്ങളെ പുറംകാലുകൊണ്ട് തട്ടിയെറിഞ്ഞിട്ട് പോയ മകനെ മകനല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഏതൊരമ്മയ്ക്കും പറ്റും. മക്കളുടെ സംരക്ഷണത്തിൽ കഴിയേണ്ട ഗതികേട് ചില അമ്മമാർക്കുണ്ട്. അവരിത്തരം താന്തോന്നികളായ മക്കളെ അംഗീകരിച്ചേക്കാം. പക്ഷേ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ഒരിക്കലും മക്കളുടെ സഹായത്തിന്റെയോ ഔദാര്യത്തിന്റെയോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാക്കുകളെ ധിക്കരിക്കുന്ന മക്കളെ ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അച്ഛനമ്മമാർ ബാക്കി വെച്ച സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാനുള്ള വെറും യന്ത്രങ്ങളല്ല മക്കൾ. സ്വന്തം സ്വപ്നങ്ങൾക്കൊത്ത് ജീവിക്കേണ്ടവരാണ്. അവർക്കുമുണ്ട് രക്ഷകർത്താക്കളെ പോലെ ഈ പറഞ്ഞ ആദർശങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ. ആഗ്രഹമില്ലാത്തവരായി ആരുമില്ല. എന്നാൽ ആ ആഗ്രഹം മറ്റുള്ളവർക്ക് ഉപദ്രവമാവുമ്പോൾ അതിനെയാണ് സ്വാർത്ഥത എന്ന് വിളിക്കുന്നത്. ഒരു താക്കോല് മതി അടയ്ക്കാനും തുറക്കാനും. അതുപോലെ ഒരു നാവ് മതി വളർത്താനും തളർത്താനും. മക്കളുടെ ഇഷ്ടങ്ങൾക്ക് വില കൊടുക്കാത്ത നിലപാട് പലപ്പോഴും ഒരു ഏകാധിപതിയുടേതാണ്. കുടുംബത്തിന്റെ അഭിമാനത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കാൻ നിൽക്കുമ്പോ കൂടെ നിൽക്കേണ്ടവർ എതിരാളികളായിട്ട് മാറിയാൽ എനിക്കും ഏകാധിപതിയുടെ തലത്തിലേക്ക് മാറേണ്ടി വരും. ചരിത്രത്തിൽ ഇടം നേടിയവരെല്ലാം ഏകാധിപതികളായിരുന്നു എന്നുള്ള സത്യം കൃഷ്ണേട്ടനും മറക്കണ്ട. എത്ര നീചമായിട്ടാണ് അഖില നീ സംസാരിക്കുന്നത്. അകറ്റി നിർത്താൻ ആക്രോശങ്ങൾ മാത്രം മതി. പക്ഷേ ചേർത്ത് നിർത്താൻ ക്ഷമയും സ്നേഹവും അതിനുള്ള മനോധൈര്യവും വേണം. മനുഷ്യ സ്നേഹത്തിന്റെ ആൾരൂപമെന്നും പൊന്നിന്റെ മനസ്സാണെന്നുമൊക്കെ നാട്ടുകാർ വിശേഷിപ്പിക്കുന്ന എന്റെ അഖില ഒരു ഏകാധിപതിയാണെന്ന് സ്വയം വിശേഷിപ്പിക്കുമ്പോൾ അത് കേട്ടു നിൽക്കേണ്ടി വരുന്ന എന്റെ മനസ്സ് തകർന്നു പോവുകയാണ്. വെട്ടിപ്പിടിച്ചും കൊന്നൊടുക്കിയുള്ള പാരമ്പര്യമാണ് ഏകാധിപതികൾക്ക് അധികവും. അത് മറക്കണ്ടാകില്ല. കുടുംബമാനം കൈവിട്ടു പോവെന്ന് തോന്നിയാ ചിലപ്പോ ഞാനും അത് ചെയ്തു വരും. എന്നുവെച്ചാൽ സ്വന്തം മകനെ കൊല്ലാൻ പോലും നീ മടിക്കില്ലെന്നാണ്. പരമ്പരകളായി കാത്തു സൂക്ഷിക്കുന്ന തൃച്ചംബരത്തിന്റെ പാരമ്പര്യവും അന്തസ്സും കാക്കാൻ ചുമതലപ്പെട്ടവളാണ് ഞാൻ. അതിനുവേണ്ടി വേണ്ടി വന്നാൽ സ്വന്തം മകനാണെങ്കിൽ പോലും കൊന്നൊടുക്കം ഞാൻ. ഇന്ന് നമ്മുടെ വല്ലുവിനെ കാത്തിരിക്കുന്നത് 2 സർപ്രൈസുകളാ. 2 സർപ്രൈസുകളോ? ഒന്ന് സ്കൂട്ടർ. അതിനേക്കാൾ വലിയ സർപ്രൈസ് അല്ലേ ചേച്ചിയെ അഖിലമ്മയുടെ മൂത്ത മരുമകളെ അംഗീകരിച്ചെന്നുള്ള കാര്യം. നീ എന്തൊക്കെയാ അനിൻകുട്ടി പറയണേ? അഖിലമ്മയുടെ എന്നെ മൂത്ത മരുമകളായിട്ട് അംഗീകരിച്ചു എന്ന് നമുക്ക് തോന്നിയതല്ലേ? അതൊക്കെ പൂജ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഒന്നുമില്ല, അത് അംഗീകരിച്ചെന്റെ ലക്ഷണം തന്നെയാ. അല്ലെങ്കിൽ ചേച്ചിയെ കൊണ്ട് അഖിലമ്മയുടെ പൂജ ചെയ്യിക്കാൻ തയ്യാറാവോ? അനിൻകുട്ടാ, ദേ നീ എഴുതാപ്പുറമൊന്നും വായിക്കണ്ട. വല്ലുവിനെ കാണുന്നില്ലല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ബെല്ലുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല.
ചിലപ്പോ ഇങ്ങോട്ട് വരെയായിരിക്കും. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? എന്നാ പോയി ഉറങ്ങ്. വേണ്ട, വല്യുഞ്ഞ് വന്ന് സ്കൂട്ടർ കാണിച്ചിട്ട് ഞാൻ ഉറങ്ങുന്നുള്ളൂ. അത് മാത്രല്ല, സ്കൂട്ടർ വാങ്ങിയതിനൊരു ട്രീറ്റ്, ചേച്ചി മരുമകളെ അംഗീകരിച്ചെന്നുള്ള സന്തോഷത്തിന് അടുത്ത ട്രീറ്റ്, ആ എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഇന്ന് ഉറങ്ങുന്നുള്ളൂ. നീയാള് കൊള്ളാലോ. ഇപ്പൊ മനസ്സിലായി നീ അത്രക്ക് ചെറിയ കുട്ടിയൊന്നും അല്ലാന്ന്. അരവിന്ദ്, 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 എന്തെങ്കിലും ഒന്ന് പറ. എവിടാ അരവിന്ദ്? അരവിന്ദ്, 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 എണീക്ക്. എന്തടി? എനിക്കെന്തോ പേടിയാവുന്നു. ഞാനേ എനിക്കെന്തോ സ്വപ്നം കാണുന്നു. പകല് മൊത്തം കഥ വായന, രാത്രി ഉറങ്ങാനും സമ്മതിക്കില്ലെന്ന് വെച്ചാ. അരവിന്ദ്, അതല്ല. ഏതല്ലാന്ന്? പകല് വല്ല പ്രേതാതി വാങ്ങിച്ചിട്ട് രാത്രി ഇവിടെ സ്വപ്നം കാണും. അതെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇവളുടെ ഇവിടെ പേജ് ഒച്ചടിച്ച് വാങ്ങിച്ചിട്ട് പോരാഞ്ഞത് ഇപ്പൊ മൊബൈലിൽ ഒരു ഈറീടും കൊണ്ടു തുടങ്ങിയിട്ടുണ്ട്. സ്വിച്ച് ഓഫ് ആക്കി. ഇനി കിടന്ന് ഉറങ്ങിക്കോ. ഹനുമാനെ പ്രാർത്ഥിച്ച് കിടന്നാ മതിട്ടാ. ഫോൺ എവിടെ? നിന്റെ ഫോൺ ഞാൻ ഓഫ് ചെയ്യും. നീ ഫോൺ ഉപയോഗിക്കണ്ട. ഈശ്വര, നേരെ എത്രയായല്ലോ. വല്യുഞ്ഞ് ഇതുവരെ